റഷ്യയുടെ നോവാർസിസിൽ ഒരു ദിവസം മുൻപ് ഒരു വലിയ ആക്രമണം സംഭവിച്ചു. അവിടെയുള്ള നാവികസേനയുടെ ബേസിൽ ഒരു വലിയ ഡ്രോൺ ആക്രമണം ഉക്രൈൻ ചെയ്തു. ഈ ചെയ്ത ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കിലോ ക്ലാസ് സബ്മറൈൻ 1 നശിപ്പിക്കപ്പെട്ടതായി വാർത്തകൾ പുറത്തു വന്നു. ഇതിനുശേഷം ഉക്രൈന്റെ അണ്ടർ വാട്ടർ ഡ്രോൺ ഇത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇത് ചെയ്തത് ഉക്രൈൻ തന്നെയാണെന്ന് പുറത്തറിയാം. എന്നാൽ ഔദ്യോഗികമായി ഉക്രൈന്റെ സ്പെഷ്യൽ യൂണിറ്റ് ആയിട്ടുള്ള SBO ഇത് സമ്മതിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതിന് റഷ്യ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് ഇതുവരെയും അറിയില്ല. അപ്പോൾ ഈ കിലോ ക്ലാസ് സബ്മറൈൻ നഷ്ടപ്പെടുത്തുക എന്നത് റഷ്യക്ക് തീർച്ചയായും ഹേർട്ടാകും. അതായത് അത് എത്രത്തോളം ക്രിട്ടിക്കലി ഡാമേജ് ആയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. നോവാരിസിസ്ക് റഷ്യയുടെ ക്രിസിനർ പ്രദേശത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോസ്റ്റൽ ടൗൺ എന്നതിനപ്പുറം ബ്ലാക്ക് സീയിലുള്ള അവരുടെ നാവികസേനയുടെ ഫ്ലീറ്റിന് ഒരു ബേസ് ആയിട്ടാണ് ഇത് ആക്ട് ആകുന്നത്. ക്രീമിയെ മാറ്റിവെച്ചിട്ട് റഷ്യക്ക് ഏറ്റവും വലിയൊരു ഫ്ലീറ്റ് ഉള്ളത്, നാവികസേന ഫ്ലീറ്റ് ഉള്ളത് ഈ നോവാർസ്കിലാണ്. കിലോ ക്ലാസ് സബ്മറൈൻസിലെ ചില സബ്മറൈൻസ് ഈ ഒരു നോവാർസ്കിസ്ക് ആണ് ഒരു ഹോം ബേസ്. ഏകദേശം 5 സബ്മറൈൻസോളം കിലോ ക്ലാസ് കാറ്റഗറിയിലുള്ള 5 സബ്മറൈൻസോളം അവിടെ നിർത്തിവെച്ചിരിക്കാം എന്നുള്ള വാർത്തയുണ്ട്. ഈ ഉക്രൈൻ ഭാഗത്തു നിന്നും പുറത്തു വന്ന ഈ വീഡിയോയിലൂടെ തന്നെ എക്സ്പ്ലനേഷൻ ആരംഭിക്കാം. ആദ്യം വീഡിയോ പ്ലേ ചെയ്യാം, അതിനുശേഷം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാകും. വീഡിയോ കാണുമ്പോൾ ചില AI ക്യാമറാസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള സർവൈലൻസ് ക്യാമറ ഹാക്ക് ചെയ്തിട്ട് ആ ഡ്രോണിന്റെ മൂവ്മെന്റ്, ഡ്രോൺ എക്സ്പ്ലോഷൻ സംഭവിക്കുന്നതിന് മുൻപ് ഏതൊക്കെ കപ്പലുകൾ അവിടെ ഉണ്ട്, ഏതൊക്കെ സബ്മറൈൻസ് അവിടെ ഉണ്ടെന്ന രീതിയിൽ പ്രത്യേകം ഐഡന്റിഫൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഒരു വലിയ എക്സ്പ്ലോഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. എക്സ്പ്ലോഷൻ സംഭവിച്ചതിന് ശേഷം ഉക്രൈൻ്റെ ഭാഗത്ത് നിന്ന് വച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ക്ലെയിം, ഞങ്ങളിത് ചെയ്തു. റഷ്യയുടെ വളരെ അഡ്വാൻസ്ഡ് സബ്മറൈൻ ആയിട്ടുള്ള കിലോ ക്ലാസ് സബ്മറൈൻ 1 ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്തു. ഇത് റഷ്യയുടെ ബ്ലാക്ക് സീ സേനയ്ക്ക് വലിയൊരു നഷ്ടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രധാനമായും കാലിബർ ക്രൂയിസ് മിസൈൽ. ഇത് ഈ കപ്പലുകളിൽ നിന്നും ഉക്രൈനെതിരെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. 4 ലോഞ്ചേഴ്സ് അതിലുണ്ടായിരുന്നു. അവയെല്ലാം നശിപ്പിച്ചതിലൂടെ ഉക്രൈനെതിരെ ഇവർ ചെയ്യുന്ന ആക്രമണങ്ങളെ ഞങ്ങൾ കുറച്ചു എന്ന് ഒരു ക്ലെയിം നടത്തി. ഇതിന് റഷ്യയുടെ ഭാഗത്തു നിന്നും ഒഫീഷ്യലായി ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. അപ്പോൾ ഉക്രൈൻ ക്ലെയിം അനുസരിച്ച് ഒരു അന്തർവാഹിനി നശിപ്പിച്ചിട്ടുണ്ട്. ആദ്യം ഈ കിലോ ക്ലാസ് സബ്മറൈൻ എത്രത്തോളം പവർഫുൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം ഈ വീഡിയോയിൽ ചില സംശയങ്ങളുണ്ട്, അതിനെക്കുറിച്ചും പറയാം. ഈ കിലോ ക്ലാസ് സബ്മറൈൻസിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ പക്കലുള്ളതിൽ വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് സബ്മറൈൻ ആണ് ഡീസൽ പവേർഡ് അറ്റാക്ക് സബ്മറൈൻ, ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻ എന്നും പറയും. ഇതിനെ കൂടുതലായും ശത്രുക്കളുടെ അന്തർവാഹിനികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയും ശത്രുക്കളുടെ കപ്പലുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയും റഷ്യ നിർമ്മിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിലും യൂസ് ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, മൊത്തത്തിൽ ഒരു 8 രാജ്യങ്ങളിൽ ഈ ഒരു കപ്പൽ യൂസ് ചെയ്യുന്നുണ്ട്. പോളണ്ടിന്റെ പക്കൽ ഇത് ഉള്ളതായി ചരിത്രമുണ്ട്, പക്ഷെ ഇപ്പോൾ എത്രത്തോളം ഉണ്ടെന്നുള്ള ഡാറ്റ ഇല്ല. എന്നാൽ ഇത്തരത്തിലുള്ള സബ്മറൈൻസ് ഉള്ളതായി ഡാറ്റ ഉണ്ട്. അപ്പോൾ ഇത് ഇത്ര ക്യാപ്പബിൾ ആണോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ സൗണ്ട് വേവ്സിനെ ഒബ്സർവ് ചെയ്യുന്നതിൽ ഇന്ന് ലോകത്തിലുള്ളതിൽ ടോപ്പ് സബ്മറൈൻസിൽ ഈ ഒരു സബ്മറൈനും ഒന്നാണ്. ഇതിന്റെ പേര് തന്നെ ബ്ലാക്ക് ഹോൾ എന്ന് നാറ്റോ സ്റ്റാൻഡേർഡിൽ നൽകിയിട്ടുണ്ട്. എത്ര വലിയ ശബ്ദമായാൽ പോലും ഇത് തനിക്കുള്ളിലേക്ക് അതിനെ വലിച്ചെടുക്കും. അതായത് കടലിനുള്ളിൽ അത്രത്തോളം സ്റ്റെൽത്ത് മോഡിൽ ഇത് ഓപ്പറേറ്റ് ആകുന്ന സബ്മറൈൻ എന്ന പേരാണ് ഇതിനുള്ളത്. ഇപ്പോൾ ഈ വീഡിയോ കുറിച്ചുള്ള ചില ബ്രേക്ക് ഡൗൺസ് നമ്മൾ അറിയണം. കാരണം അവർ പറഞ്ഞ കാര്യങ്ങളിലും അവിടെ സംഭവിച്ചതിലും ചില പൊരുത്തക്കേടുകൾ അവിടെയുണ്ട്. ആദ്യത്തെ ചോദ്യം, ഉക്രൈൻ ഇത് ചെയ്തതായി പറയുന്നുണ്ട്, പക്ഷേ ഇതിനായി അവർ പുറത്തുവിട്ടിട്ടുള്ള ആ ഒരു ഫൂട്ടേജ് അത് അവിടെയുള്ള ഒരു സർവൈലൻസ് ക്യാമറ, അവിടെയുള്ള ഏതോ ഒരു AI ക്യാമറ വഴി എടുത്തതാണ്. ഫുട്ടേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അത്രത്തോളം അതിൽ ഡീറ്റെയിൽസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ റഷ്യയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സഹായം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉക്രൈൻ്റെ ഏജൻസ് ആരെങ്കിലും, അതും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ ഏതെങ്കിലും ഏജൻസ് റഷ്യയുടെ താവളത്തിൽ ഉണ്ടായിരുന്നിരിക്കണം. അവർ വഴി ലഭിച്ച ഒരു ഫൂട്ടേജ് ആയിരിക്കണം ഇത്. അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഡ്രോണിന്റെ റേഞ്ച് ആണ്. മാക്സിമം ഈ ഒരു ഡ്രോണിന്റെ റേഞ്ച് 300-400 കിലോമീറ്റർ ഉണ്ടാകുമെന്നും പറയുന്നു. ഇപ്പോൾ ഈ ക്രീമിയൻ കടൽ പ്രദേശം ഉക്രൈനിലുള്ള മറ്റ് പ്രദേശം, അതായത് ഈ ബ്ലാക്ക് സീ മേഖലയിൽ ഉക്രൈന് ഡോമിനൻസ് ഉള്ള മേഖലകൾ നോക്കുകയാണെങ്കിൽ അതിനും ഇതിനും പല കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇവരെ കൊണ്ട് ഡയറക്റ്റ് ഒഡീസയിൽ നിന്നോ മറ്റ് പ്രദേശങ്ങളിൽ നിന്നോ ഈ ഡ്രോൺ ഇങ്ങോട്ടേക്ക് ലോഞ്ച് ചെയ്തിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്നുകിൽ ബ്ലാക്ക് സീക്ക് ഉള്ളിലേക്ക് വന്ന് ഈ കടൽക്കരയ്ക്ക് അടുത്ത് നിന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ടാകണം. അതല്ല എങ്കിൽ മറ്റ് രാജ്യത്തിന്റെ സഹായത്തോടു കൂടി, ഇപ്പോൾ ഡൈവിംഗ് കപ്പലുകളൊക്കെ ഉണ്ടല്ലോ, ആഴക്കടലിൽ ഉപയോഗിക്കുന്ന കപ്പലുകൾ, ഇതിനെ ഡീപ് സീ ഡൈവിംഗ് ഷിപ്സ് എന്ന് പറയും. ഈ കപ്പലുകളുടെ സഹായത്തോടു കൂടി ഇതിനെ ലോഞ്ച് ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉക്രൈന് ഒരു സെക്കൻഡറി ഹെൽപ്പ് ലഭിച്ചിട്ടുണ്ട്.
അത് ഏത് രാജ്യം നൽകിയ സഹായമാണെന്ന് അറിയില്ല. വളരെ അടുത്ത് ഒരു 100-150 കിലോമീറ്റർ ദൂരം ആ റേഞ്ചിനുള്ളിൽ നിന്നും ഈ ഒരു ഡ്രോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടാകണം. എന്നിട്ട് ഡ്രോൺ ഇവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ടൈമോളം അവർ കാൽക്കുലേറ്റ് ചെയ്ത് ചില ഫൂട്ടേജസ് എടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. ആ വീഡിയോ ജസ്റ്റ് നിങ്ങളൊന്ന് ഫ്രീസ് ഫ്രെയിം നോക്കുക. എന്നിട്ട് ഇവിടെ നോക്കുക, 2 സബ്മറൈൻസ് അവിടെ കാണിക്കുന്നുണ്ട്. രണ്ടും കിലോ ക്ലാസ് സബ്മറൈൻസ് ആണ്. ഒന്ന് നോർത്ത് സൗത്ത് ഡയറക്ഷനിലും മറ്റൊന്ന് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലുമാണുള്ളത്. ഇതിൽ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലുള്ള സബ്മറൈനാണ് ഇവിടെ നശിപ്പിച്ചത്. അതായത് അതുള്ള പ്രദേശത്താണ് ഒരു വലിയ എക്സ്പ്ലോഷൻ സംഭവിച്ചത്. ഉക്രൈൻ്റെ ക്ലെയിം അനുസരിച്ച് പൂർണ്ണമായും ഞങ്ങൾ ആ സബ്മറൈനെ സബ്മേർജ് ചെയ്തു, താഴെ ഞങ്ങൾ മുക്കിക്കളഞ്ഞു, ഇനി ഒരിക്കലും ശരിയാക്കാൻ കഴിയാത്തൊരു നഷ്ടം ഞങ്ങൾ നൽകി എന്നാണ് പറഞ്ഞത്. അതിൻ്റെ തുടക്കത്തിലുള്ള ഡിസൈനും ഇപ്പോഴുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. ആ കപ്പലിൻ്റെ മാക്സിമം ലെങ്ത്, അതിൻ്റെ ആ ഒരു ഹൽ പ്രദേശം അത് ഫ്രണ്ട് ഫേസിങ്ങിലാണ്. അതായത് എക്സ്പ്ലോഷൻ സംഭവിച്ചത് അതിൻ്റെ പിൻഭാഗത്താണ്. അപ്പോൾ ഇവർ ഈ ലോഞ്ചേഴ്സ് നശിപ്പിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇവരുടെ ക്ലെയിമിൽ പറയുന്നത് ഈ 4 ലോഞ്ചിങ് ട്യൂബ്സിനെയും നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രഥമ ലക്ഷ്യമെന്ന്. അത് ഞങ്ങൾ ചെയ്യുകയും വിജയിക്കുകയും ചെയ്തു എന്ന്. അതിനുശേഷം അകത്തുണ്ടായ സെക്കൻഡറി എക്സ്പ്ലോഷൻ കാരണമാണ് ആ സബ്മറൈൻ മുങ്ങിയെന്നും അവർ പറഞ്ഞു. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ പിന്നിൽ പ്രൊപ്പല്ലറിൽ പ്രശ്നം ഉണ്ടായിരിക്കാനാണ് സാധ്യത. നിങ്ങളൊന്ന് ഫ്രീസ് ഫ്രെയിം ചെയ്ത് നോക്കുക. എക്സ്പ്ലോഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ ആ മുകളിലുള്ള പ്രദേശം എന്നത് ഫ്രണ്ട് ഫേസിങ്ങിലാണ്. പിന്നിൽ എക്സ്പ്ലോഷൻ സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ ലോഞ്ച് ട്യൂബ് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കുറവാണ്. ആ ഒരു സ്ഫോടനം പിന്നിലുള്ള പ്രൊപ്പല്ലിംഗ് യൂണിറ്റ് അവിടെയാണ് നടന്നത്. അപ്പോൾ അത് നശിച്ചിരിക്കാനാണ് ഒരു സാധ്യത. ഇതൊരു വലിയ നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ വലിയ നഷ്ടം തന്നെയാണ്. റഷ്യക്ക് ഇപ്പോൾ ഒരു കിലോ ക്ലാസ് സബ്മറൈൻ ഇനി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാങ്ഷൻ ഇല്ലാതെ നോക്കിയാൽ ഒരു 400 മില്യൺ. ഇനി സാങ്ഷൻസോടുകൂടി ചേർത്ത് കോസ്റ്റിൻ്റെ ഉയർച്ച എല്ലാം കൂടെ നോക്കിയാൽ 500 മില്യൺ ആകും. ഏകദേശം 4000 കോടിയാണ്. ഒരു സബ്മറൈൻ്റെ കോസ്റ്റ് തന്നെ 4000 കോടി കഴിയുന്നുണ്ട്. ഇനി റഷ്യക്ക് ഇത് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 150 മുതൽ 200 മില്യൺ വരെ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇത് തീർച്ചയായും ഒരു വലിയ നഷ്ടം തന്നെയാണ്. പക്ഷെ ഇവർ നൽകിയ ക്ലെയിമും CCTVയിലൂടെ കാണുന്ന ഒരു ഫൂട്ടേജ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ വലിയൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ആ സബ്മറൈൻ തീർച്ചയായും മുങ്ങിയിട്ടില്ല, പക്ഷെ അതിന് പ്രശ്നമുണ്ടായിട്ടുണ്ട്. അത് മുക്കിക്കളഞ്ഞു, അതിനെ ഞങ്ങൾ ഈ ഒരു ഡയറക്ഷനിൽ നശിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്ന ക്ലെയിം അവിടെ ശരിയാകുന്നില്ല. ഇത് ഉക്രൈൻ്റെ സക്സസ് തന്നെയാണ്. ഇവിടെ റഷ്യക്ക് അവിടെ ടാക്ടിക്സ് മാറ്റേണ്ട ഒരു ആവശ്യകതയും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്രത്തോളം വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു നാവൽ ബേസിൽ ഉക്രൈൻ അവരുടെ അണ്ടർ വാട്ടർ ഡ്രോൺസ് ഉപയോഗിക്കുന്നു, ഇത്രത്തോളം ഒരു വലിയ നഷ്ടമുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ കപ്പലുകൾക്കും ഇതൊരു പ്രശ്നം തന്നെയാണ്. എല്ലാ കപ്പലുകൾക്കും പ്രശ്നം എന്നതിനപ്പുറം അവിടെയുള്ള ചില പ്രധാനപ്പെട്ട സബ്മറൈൻസ് ഉണ്ട്. SN ക്ലാസ് സബ്മറൈൻസ് ഒക്കെ റഷ്യക്ക് വളരെ ആവശ്യകതയുള്ള ഒന്നാണ്. അപ്പോൾ പിന്നെ അടുത്ത ഘട്ടമായുള്ള നേവൽ ബേസിസിലും ഇവരെ കൊണ്ട് ഇങ്ങനെയുള്ള ആക്രമണങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ റഷ്യ അവരുടെ സെക്യൂരിറ്റി വീണ്ടും ടൈറ്റൻ ചെയ്തേ മതിയാവുകയുള്ളൂ. ഒരു പക്ഷേ അങ്ങനെ അവരുടെ സെക്യൂരിറ്റിയെ ടൈറ്റൻ ചെയ്യാതെ വിടുകയാണെങ്കിൽ ഉക്രൈൻ ഇങ്ങനെ വീണ്ടും ഒരുപാട് ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. ഇന്ന് സംഭവിച്ചിട്ടുള്ള ഈ ഒരു സംഭവം റഷ്യക്ക് വലിയൊരു തിരിച്ചടിയും ഒരു അപമാനവും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അവർ നൽകിയിട്ടുള്ള ക്ലെയിമിലും ചില പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായും പറയുന്നു, റഷ്യ ഇതിന് സിവിയർ റെസ്പോൺസ് തന്നെ നൽകും. കാരണം ഇത്രത്തോളം പ്രധാനപ്പെട്ട സബ്മറൈനെ നഷ്ടപ്പെടുത്തുക എന്നത്, അതും നാറ്റോ പോലും ഭയപ്പെടുന്ന ഒരു സബ്മറൈനെ ജസ്റ്റ് ഒരു അണ്ടർ വാട്ടർ ഡ്രോൺ ഉപയോഗിച്ച് ഉക്രൈൻ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ശേഷം തീർച്ചയായും റഷ്യ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അടുത്തടുത്ത ഭാഗങ്ങളിലൂടെ നമുക്കതിനെക്കുറിച്ച് അറിയാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.